എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു ഇസ്ലാം മതത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി വേണമെന്ന് മുസ്ലിമുകൾ ആഗ്രഹിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ ഇസ്ലാമാക്കുക എന്നുള്ളത് ഒരു ഹദീസിൽ പറഞ്ഞിട്ടുള്ളൊരു താല്പര്യമാണ്. അതുകൊണ്ടാണ് പൗരാണിക കാലം മുതൽ ഇന്ത്യ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നവനെ തൻ്റെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ മറ്റോ ഇരുത്തുമെന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്, സ്വർഗത്തിൽ. അപ്പോൾ ഇന്ത്യ കീഴടക്കുക. അതുകൊണ്ടാണ് മുഗളന്മാർ ഇങ്ങോട്ട് വന്നത് ഇന്ത്യ കീഴടക്കാൻ വേണ്ടിയിട്ടാണ്. IS ഉൾപ്പെടെയുള്ള എല്ലാ തീവ്രവാദ ഭീകര സംഘടനകളെയും ലക്ഷ്യം ഇന്ത്യ കീഴടക്കുകയാണ്. ഗസ്വ ഹിന്ദോ അങ്ങനെ മറ്റൊരു സംഭവമുണ്ട്. അതിൽ പറയുന്നത് ഇന്ത്യ കീഴടക്കണം എന്ന് തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുന്നതിനാണ്, ഇന്ത്യ കീഴടക്കാനാണ്, ഇന്ത്യ ഇസ്ലാം രാജ്യമാക്കുക എന്നുള്ളതാണ്. അതൊരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇവർ പരസ്യമായി പറയുന്നില്ല. പണ്ട് സിമി ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് അവർ മതിലൊക്കെ എഴുതി വെച്ചിരുന്നു, നമ്മുടെ ജലീലിൻ്റെ പഴയ സംഘടന, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. ഇന്ത്യയുടെ മോചനമല്ല, ഇന്ത്യയെ സ്വന്തം മക്കൾ ഇസ്ലാമിലൂടെ. അതല്ലേ, ഇന്ത്യ ഇസ്ലാമായാൽ മാത്രമേ ഇന്ത്യക്ക് മോചനം കിട്ടുള്ളൂ. എവിടുന്ന് മോചനം? ആരുടെ നിന്ന് മോചനം? ഹിന്ദുക്കളിൽ നിന്ന് മോചനം. അല്ല, ഒരു തമാശയല്ല. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. എങ്ങനെ വേണം? ഇന്ത്യയെ മോചിപ്പിക്കണം, ഹിന്ദുക്കളുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കണം, കാഫിറുകളുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച് ഈ ലോകം മുഴുവൻ അള്ളാഹ്ക്ക് വഖഫ് ചെയ്തതാണ്. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളിലേക്കും ഇവർ പടർന്നു കയറുന്നത്. യുദ്ധത്തിലൂടെ കയറും, അല്ലെങ്കിൽ ഹിജറ നടത്തും. ഹിജറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റിടത്ത് മൈഗ്രേറ്റ് ചെയ്യുക. ഒരു രാജ്യത്ത് ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ പിന്നെ ഒരു 5 ലക്ഷം 6 ലക്ഷം ആളുകൾ ആ രാജ്യത്ത് നിന്ന് തൊട്ടടുത്ത രാജ്യത്തേക്ക് പോകണം. അവിടെ ചെന്നിട്ട് അവിടെ പതുക്കെ കൂടി ആദ്യമേ അവിടുത്തെ നിയമമൊക്കെ അനുസരിച്ച് കൂടും. എന്നിട്ട് പതുക്കെ എന്ത് ചെയ്യും? രണ്ടാമത്തെയും ഞങ്ങളൊരു നിർണായക ഭൂരിപക്ഷം 30% ആകുമ്പോൾ 30% ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ടാണ് 30 പേരോ 300 പേരോ മറ്റോ 1000 പേരെ തോൽപ്പിച്ചു യുദ്ധത്തിൽ. പ്രവാചകൻ്റെ സേനയെ അങ്ങനെ ജയിച്ചു. ബാക്കി 30 പേരായി കഴിഞ്ഞാൽ ബാക്കി 70% അള്ളാഹ് ചെയ്യും. അതുകൊണ്ട് എല്ലാ യുദ്ധവും ജയിക്കുമെന്നാണ് അവർ പറയുന്നത്. അതാണ് ഒരു കൺസെപ്റ്റ്. 30%. അപ്പോൾ കേരളത്തിൽ 30% കഴിഞ്ഞു. അത് ഇന്ത്യയിൽ 30% ആകുമ്പോൾ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ള ഒവൈസിയുടെ മാത്രം സ്വപ്നമല്ല, പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്വപ്നമാണ് 2047 ഇന്ത്യയിൽ അധികാരത്തിൽ വരിക. അധികാരത്തിൽ മുസ്ലിങ്ങൾ ഞങ്ങൾ ഇന്ത്യ ഭരിക്കും എന്നൊരു പറയുന്നുണ്ട്.